ആയി നമ്മളെന്താണോ അന്വേഷിച്ച് വന്നത് അത് നമുക്ക് ലഭിച്ചില്ല, നഷ്ടമായി. കാരണം സൂര്യാസ്തമയം കാണുക എന്നുള്ളതായിരുന്നു നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് സൂര്യാസ്തമയത്തിൻ്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. സമയം ഒരിക്കലും കാത്തു നിൽക്കില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പുള്ളി കടലിനുള്ളിലേക്ക് നീരാട്ടിനിറങ്ങി. ഇതാണ് നിലവിൽ ഇവിടുത്തെ ദൃശ്യം. ഇത് മരാമർ എന്ന് പറയുന്നൊരു ബീച്ചാണ്. ഇത് നമ്മുടെ പഞ്ചിയിൽ തന്നെയുള്ള, പഞ്ചി ടൗണിനടുത്തുള്ള, സിറ്റിക്ക് അടുത്തുള്ള സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. പഞ്ചി സിറ്റി. പഞ്ചി എന്ന് പറഞ്ഞാൽ പനച്ചിയാണ് ഇവിടെ പഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ പഞ്ചി പുഞ്ചി എന്നും ഒക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന അതിനടുത്തുള്ള ബീച്ചാണ് ഇത്. ഇതിൻ്റെ പേര് മരാമർ എന്ന് പറയും. വലിയ ബീച്ചൊന്നുമല്ല, ഇത് വളരെ ചെറിയൊരു ബീച്ചാണ്. ഇതാ ഇങ്ങനെ കുറച്ച് കാറ്റാടി മരങ്ങളും, ഈ കാറ്റാടി മരങ്ങൾ കാണുമ്പോൾ നമ്മുടെ ആലപ്പുഴ ബീച്ച് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാരണം ആലപ്പുഴയിലും ഇതുപോലെയാണ്. അത് മാത്രമല്ല നമ്മുടെ ആലപ്പുഴ ബീച്ച് ഇതിനേക്കാൾ ഒരുപാട് വലുതുമാണ് കേട്ടോ. പക്ഷേ ഇത് അത്ര മോശമൊന്നുമല്ല. ദൂരെ അങ്ങ് വരെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഗോവ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ അങ്ങ് ബീച്ച് വൽക്കരണമാണല്ലോ. നമ്മളെപ്പോലെ അവിടെ ഇവിടെ ഓരോ ബീച്ച് മാത്രമല്ല, ടൂറിസത്തിന് ഇവർ അത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു വശം മുഴുവൻ, ഗോവയുടെ ഒരു വശം മുഴുവൻ ബീച്ചാണ്. അത് കണ്ടോ, അവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാം. ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവിടെ കാസിനോകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടുത്തെ അതിൻ്റെ രാത്രി ദൃശ്യങ്ങളൊക്കെ കാണാൻ വളരെ രസമാണ്. ആ ലൈറ്റ്സും ഒക്കെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം നമ്മുടെ ഇത് അതല്ലല്ലോ പർപ്പസും ഒന്നും തന്നെ. എന്തായാലും നമുക്ക് അവിടെയൊക്കെ ഒന്ന് നോക്കി അന്നേരത്തെ സാഹചര്യം പോലെയൊക്കെ ചെയ്യാം. അങ്ങനെ വന്നൊന്ന് കണ്ട് നമുക്കങ്ങ് മടങ്ങാമെന്ന് കരുതുന്നു. ഒരു ബീച്ചിൻ്റെ ഒരു ഗുണവും ഇത് തന്നെയാണ്. ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അതുണ്ടോ, അത്രയും അവിടെ വരെ നമുക്ക് പോകാം. ആഴമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ദൂരം കടലിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും നമ്മൾ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല. ഈ തിരുവനന്തപുരത്തൊക്കെയുള്ള ബീച്ചുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല. വർക്കലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകാമെന്നുള്ള ഒഴിച്ചാൽ ഇങ്ങനെ നേരെ അല്ല കിടക്കുന്നത്, പിന്നീട് ഭയങ്കരമായ താഴ്ചയാണ്. ഇവിടെ അങ്ങനെയല്ല, കുറേ കൂടെ നമുക്ക് സൗകര്യങ്ങളുണ്ട്. കണ്ടോ, ഇവിടെയും നോ സിം സോണൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ഈ ഭാഗം അങ്ങനെ നീന്താൻ പാടില്ല. ഉണ്ടോ, അങ്ങനെ കൊടി വെച്ചിട്ടുണ്ട്. കൊടിയല്ല, കൊടിയോടൊപ്പം ആ എഴുത്ത് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ദേ ആ ദൂരെ ലൈറ്റ് കണ്ടോ, അത് ഒരു കസനോവയാണ്. കസനോവ ബോട്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അവിടെ ആ കൂടി കിടക്കുന്ന എല്ലാ അത്തരം ബോട്ടുകളാണ്. അതൊക്കെ ഓപ്പണായി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിലൊക്കെ നമുക്കും കയറി യാത്ര ചെയ്യാം കേട്ടോ. ചെറിയ തുക ഏതാണ്ടൊക്കെ ഉള്ളൂ, വലിയ പൈസയൊന്നും ആകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ചിലപ്പോൾ നല്ല പൈസ ആകാം. ബോട്ടുകളൊക്കെ ഓണായി. അത് കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട്, അതേ വലിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാം. ബിഷ്കും ബിഷ്കും വലിയ ഇടിയൊക്കെ കേൾക്കാം, ബീറ്റുകൾ. എന്തായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് നടക്കാം. ഗോവ പറയുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ബീച്ചിനോളം അല്ലെങ്കിൽ ആ ഒരു ദൃശ്യത്തോളം സൗന്ദര്യമൊന്നും ഇല്ല ഈ ബീച്ചിന് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആകെപ്പാടെ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉള്ളത് ഒഴിച്ചാൽ വേറെ എങ്ങും ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലും ഇല്ല. അവിടെ ഒരു വെട്ടം കാണുന്ന അതൊരു എന്തോ ബൈക്കോ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തോ ഒരു വാഹനം. ഇനി പോലീസ് ജീപ്പ് ആവാം ചിലപ്പോൾ, ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ജീപ്പ് വരുന്നതായിരിക്കാം. അതൊരു ജീപ്പാണ്, അല്ല പോലീസ് വണ്ടി ആയിരിക്കും, ആൾക്കാരെ തിരിച്ച് കയറ്റാനുള്ള വല്ലതും ആയിരിക്കും. അതൊഴിച്ചാൽ ഇവിടെ എങ്ങും വേറൊരു വെട്ടം പോലും ഇല്ല. കണ്ടോ, പിന്നെ ഇത്തരം ദൃശ്യങ്ങൾ, അത്തരം വർണ്ണ ബോട്ടുകളൊക്കെ ഇതുവഴി ഒരുപാട് ഓടുന്നുണ്ട്. ഇതാ മറ്റേ അനൗൺസ്മെൻറ്റ് വണ്ടിയാണ്. ആൾക്കാർ കയറണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഗാർഡിൻ്റെയൊക്കെ വണ്ടികളൊക്കെയാണ് അത്. ആ ഒരു വണ്ടിയേ ഉള്ളൂ, അല്ല വേറെ വണ്ടികളും ഇല്ല, വെട്ടവും ഇല്ല.
വണ്ടികൾ വേണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് വെട്ടവും വിളിച്ചൊന്നും ഇല്ല. ഇവിടെ നേരെ ഏതാണ്ട് ശരിക്കും ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് കാസിനോകളൊക്കെ ഒന്ന് കാണാൻ പോവാം. പുറത്ത് നിന്നല്ല, അകത്ത് നിന്ന്. ഒരു ബോൾ ഇങ്ങോട്ട് വന്നത് തട്ടി വിട്ടതാണ്. അവിടെ അവരവിടെ കളിക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് ചെല്ലാം. കണ്ടോ, ഈവനിങ്ങിൽ ഇത്തരം കളികളൊക്കെ നല്ല രസമുള്ള പരിപാടികളാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ പ്രാക്ടീസ്, അതായത് എക്സസൈസുകളൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് കേട്ടോ. ആഹാ, അടിപൊളി. എവിടുന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ ഇവിടുത്തെ വഴിവിളക്കുകളൊക്കെ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ യഥാർത്ഥ രാത്രിയുടെ ഭംഗിയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ആ ശബ്ദമൊക്കെ കേട്ടത്. നമുക്ക് എന്താ സംഭവം എന്ന് ഒന്ന് കയറി നോക്കാം. കാണാമോ? ഇതാ കണ്ടോ, ഒക്ടോബർ ഫെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് കയറി നോക്കാം. ആ, എന്നെ അടിപൊളിയായിട്ടാ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. എന്നെ ബ്യൂട്ടിയാ അല്ലേ. ഓ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഷോപ്പുകൾ, കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഇതൊന്നും വലിയ ഷോപ്പുകളല്ല, കൊച്ചു കൊച്ചു കൗണ്ടറുകളാണ്. ഇവിടെ ബിയറാണ് കൂടുതൽ ഉള്ളത്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. അവിടെയാണ് മെയിൻ സ്റ്റേജ്. അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്, മ്യൂസിക്കൽ പ്രോഗ്രാംസ് എല്ലാം. അതുപോലെ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കൗണ്ടറുകളാണ്. ഇതിനകത്ത് ഒരുപാട് പേരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ കണ്ടോ, ഓ ആടിപൊളി. Could you just capture this for? Yeah, they're right there. I'll take it both sides then. 69. You have to do, Alfie. Yes. They ask. There's a stall right next to it, and there's a gaming stall. You go there, they'll tell you what to do. You click a selfie or a picture with your friends or family. Put it up on your Instagram handle, and ആ രണ്ട് അവതാരകരും നല്ല ഗംഭീരമായിട്ട് ആങ്കർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ പരിപാടിയും ഒട്ടും അലോസരം വരാതെ ഒരു ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു സംഭവം ഇല്ല. അതാണ് സത്യം. പക്ഷേ ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇവിടെ ഈ ആൾക്കാർ അതായത് ഇങ്ങനെ കുറേ കടകൾ, ഇങ്ങനെ കൗണ്ടറുകൾ കൂടിയിട്ട് ഇങ്ങനെ അവരുടെ ഒരു കൗണ്ടറുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ്. അന്നേരം അവിടെ കസ്റ്റമേഴ്സിന് വരാൻ കോമൺ ആയിട്ട് ഇതാ ഈ ഇരിക്കുന്നതൊക്കെ സീറ്റുകളാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കും. ഇവിടെയൊക്കെ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയോ ബിയർ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അതോടൊപ്പം തന്നെ മെയിൻ സ്റ്റേജിൽ അവിടെ ഈ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കും. അങ്ങനെ അതിൽ ഈ കൗണ്ടറുകളിലുള്ള ചിലർ സ്പോൺസർ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരും ഹാപ്പി, ബിസിനസ്സുകാരും ഹാപ്പി. ഏതൊരു ടൗൺഷിപ്പിനും, അതായത് ഞാൻ നേരത്തെ പല പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു സ്ഥലത്തെ യഥാർത്ഥ സൗന്ദര്യം അല്ലെങ്കിൽ എന്താ പറയുക, യാത്രികരെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കുന്നതിൽ രാത്രി എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ രാത്രി എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം ഭംഗിയാക്കുകയാണെങ്കിൽ ഈ ഗോവയൊന്നും വേണ്ട, നമ്മുടെ ഗ്രാമങ്ങൾ പോലും ഇങ്ങനെ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയും. ഇതൊക്കെ നമുക്ക് കൂളായിട്ട് ചെയ്യാൻ ഒക്കുന്നതേ ഉള്ളൂ. ഇതാ നമുക്ക് അവിടെ അടുത്ത പരിപാടി അവർ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും ചെല്ലാം. You know, when you can hear that bass run, that the band is almost ready. ഇതുപോലെ ഒരുപാട് ഗെയിമുകൾ ഇവിടെ നടപ്പുണ്ട് കേട്ടോ. അതായത് ഈ ഗെയിമുകളൊക്കെ വിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ബിയർ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ കോൺ ഹോള്, പിന്നെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചെറിയ ചെറിയ, അതായത് ഇവിടെ വരുന്ന കസ്റ്റമറെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഇത്ര ഒരുപാട് പരിപാടികൾ. ഇതൊക്കെ എത്ര നല്ല ഐഡിയാസാണ്, നോക്കൂ. Between two
ശരിക്കും ആഘോഷരാവാണ് ഇവിടെ. കുറച്ച് നേരം ഞാനും അതിൽ മറന്ന് ആസ്വദിച്ചു. നമുക്ക് ഇവിടത്തോടും വിട പറയാറായിരിക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പോയിരിക്കുന്നു. നമ്മൾ 7:45 ഏതാണ്ടൊരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക. നമുക്ക് ഇവിടം വിട്ട് അടുത്ത പറുദീസ തേടി പോവാം. അതുകൊണ്ട് ആ കാണുന്നവയൊക്കെയാണ് കാസിനോ. ഇതേ കണ്ടോ, ആ ലൈറ്റ് കൊണ്ട് അങ്ങ് തകർത്തേക്കുക. നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും ചെയ്യില്ല. കാരണം ഈ വണ്ടി ഓടിക്കുന്നത് ഒന്നാമതേ പരിമിതി. അതിൻ്റെ കൂടെ എന്തായാലും നമുക്കൊന്നും ചെയ്യില്ല. ഈ നിരന്ന് കിടക്കുന്ന വണ്ടികളുണ്ടോ, അതെ അതിൻ്റെ അപ്പുറത്ത് ജീപ്പും ബെൻസും ഒക്കെ കിടപ്പുണ്ട്. ആക്ച്വലി നമുക്ക് ഈ വണ്ടികളൊന്നും ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നൊന്നും അല്ല. ഇതൊക്കെ നമുക്കിവിടെ റെൻറ്റിന് എടുക്കാൻ പറ്റും. ദിവസം വാടകയ്ക്ക് കുഞ്ഞു കുഞ്ഞു ബൈക്കുകൾ, സ്കൂട്ടറുകൾ മുതൽ ബെൻസ് വരെയുള്ള കാറുകൾ, ലക്ഷറി കാറുകൾ വരെ നമുക്കിവിടെ റെൻറ്റിന് കിട്ടും. പിന്നെ അതുപോലെ ഇതാ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് അടുത്ത ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അത് കണ്ടോ, അത് പബ്ബാണോ കസിനോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണത്. അതുപോലെയുള്ള ഒരുപാട് സെൻറ്ററുകൾ നമുക്കിവിടെ കാണാം. എനിക്കതിനകത്തൊന്ന് കയറിയാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ട്. ഒന്ന് കയറി നോക്കിയാലോ? നോക്കാം. കയറ്റുകയാണെങ്കിൽ നമുക്കങ്ങോട്ട് കയറാം. ഈ തോന്നലുകളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കയറണമെന്ന് തോന്നി. ഞാനൊന്ന് കയറി. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അവിടെ സെക്യൂരിറ്റി എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് വഴി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബോട്ട് വന്ന് നിൽക്കും. ആ ബോട്ടിലാണ് ഈ കാസിനോകളൊക്കെ നടക്കുന്നത്. നമ്മളിവിടെ ഈ കൗണ്ടറുകളിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പണം അടച്ച് നമ്മളെ ആ ബോട്ടിലേക്ക് അവർ സ്വാഗതം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ നൈറ്റ് മുഴുവൻ ഈ ബോട്ടിങ്ങനെ അതിനകത്തൂടെ ആ ലേക്കിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ലേക്കല്ല, അത് ആക്ച്വലി കടലുമായിട്ട് ചേരുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ആ ഒരു പ്രത്യേക ഭാഗത്തൂടെ അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. നമുക്കവിടെ ഇത്തരം കലാപരിപാടികളൊക്കെ നടത്താം. എന്നിട്ട് ഒരാഘോഷമായിട്ട് ഒരു രാത്രി അങ്ങ് അടിച്ചു പൊളിക്കാം. ഇത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആകർഷണവും. നമ്മുടെ നാട്ടിലൊന്നും ഉടനെയൊന്നും ഇതൊന്നും പ്രാപ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് കരയ്ക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ഒന്ന് കയറണമെന്ന് തോന്നി കയറി. ഇനിയിപ്പം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, നമുക്ക് ഇറങ്ങി അങ്ങ് പോയേക്കാം. ഓക്കെ ബ്രദർ, താങ്ക് യു, ബൈ. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ തെരുവോരം വഴി ഒന്ന് നടന്നിട്ട് വരാം. ഇതാ ഇവിടെ ഈ ഒരു തെരുവ് മുഴുവൻ ഇത് തന്നെയാണ്. ഇവിടെ കണ്ടോ, മൊത്തം ഏരിയയിലും ഇത് തന്നെയാണ്. നമുക്ക് ഇതിലേതിൽ വേണമെങ്കിലും കയറാം. ഇതൊക്കെ പല പല കമ്പനികളാണ്. പിന്നെ ഇവരെയൊക്കെ കാണുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ ആൾക്കാരല്ലേ. അങ്ങനെ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നും എല്ലാവരും നമ്മളെപ്പോലെ തന്നെ. കുറച്ച് പേരുടെ കുറച്ച് പണം കൂടുതലുണ്ട്, അപ്പോൾ അവർ കൂടുതൽ ചിലവാക്കുന്നു. ചിലരുടെ കയ്യിൽ അത്രയും പണമില്ല, അവരതുകൊണ്ടത് കുറച്ച് ചിലവാക്കുന്നു. ചിലരുടെ കയ്യിൽ ഇല്ലെങ്കിലും കടം വാങ്ങി ചിലവാക്കുന്നു. ചിലരുടെ കയ്യിൽ ഉണ്ടെങ്കിലും അവർ ചിലവാക്കാതെ ഇരിക്കുന്നു. ഇങ്ങനെ ബഹുജനം പലവിധം. അതുകൊണ്ട് തന്നെ ഇതിൽ ആരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് എവിടെയെങ്കിലും കയറണമെന്നൊക്കെ ഇതുപോലെ തോന്നിക്കഴിഞ്ഞാൽ കയറുക, കാര്യങ്ങൾ അറിയുക, ഇനി പോരുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് ചെല്ലാം. കണ്ടോ, ഇതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടാണ്, ഈ ഒരു ഇതിലേക്കാണ് എത്തുക. അതൊരു ഓരോരോ പ്രൈവറ്റ് പാർട്ടീസിൻ്റെയൊക്കെ ആണിത്. അങ്ങനെ ഇവിടുന്ന് ഇത്തരം ബോട്ടുകളിലേക്കൊക്കെ ആൾക്കാർ കയറും. കണ്ടോ, ഇവിടെ നിന്നാണ് ഇവരെല്ലാവരും ബോട്ടിലേക്കൊക്കെ കയറി അവർ ആഘോഷിക്കാനായിട്ട്, അവരുടെ ഒരു ആഘോഷ രാത്രിക്കായിട്ടുള്ള യാത്രയിലാണ്. കണ്ടോ, ഇവന്മാർ ഇവിടുത്തെ വലിയ പാർട്ടികളാണ്. നമ്മൾ മുമ്പേ കയറിയ അവന്മാരെ പോലെ അല്ലെങ്കിൽ അവന്മാരെക്കാളിലൊക്കെ വലിയൊരു പാർട്ടിയായിരുന്നു. ബിഗ് ഡാഡി എന്ന് പറയും കസീനോ. ഈ റോഡ് സൈഡിൽ തന്നെ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതാണ് ആ പാലം. കണ്ടോ, പനാജി പാലം. പനാജി പാലം എന്ന് പറഞ്ഞാൽ അതായത് പനാജി ബ്രിഡ്ജ്. അത് എക്സ്പ്രസ് ഹൈവേ ആണ്, മുംബൈ ഗോവ എക്സ്പ്രസ് ഹൈവേ ആണ്. അത് 590 കിലോമീറ്ററോ മറ്റോ ഉണ്ട്. പക്ഷേ ഞാനത് സൂം ചെയ്ത് കാണിക്കാം നിങ്ങൾ. ഒരു മിനിറ്റ് ഞാൻ കാണിക്കാവേ. ആ പാലത്തിൻ്റെ പ്രത്യേകത കണ്ടോ, നല്ല ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയല്ലേ. സത്യത്തിൽ ഈ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ നമ്മുടെ നാട്ടിൽ എന്തുവാണേലും 10-100 കോടി രൂപയുടെ അഴിമതിയൊക്കെ പറയുന്നുണ്ട്.
ഇതുപോലെ 10 ഇലുമിനേഷൻ ബൾബൊക്കെ എവിടെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ച് ഒന്ന് കളർഫുള്ളാക്കുകയാണെങ്കിൽ നാട്ടുകാർക്കും സന്തോഷം, കാണുന്നവർക്കും ബാക്കി പുറത്തുനിന്ന് വരുന്നവർക്കും സന്തോഷം, അധികാരികൾക്കും സന്തോഷം. ആകെപ്പാടെ എല്ലാവരും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു കണ്ണിനൊരു കുളിർമ ഉണ്ടാവുമല്ലോ. ഇത് ചുമ്മാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ കറക്കം തൽക്കാലം നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. എന്താണെങ്കിൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചേച്ചി ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങി. ചേട്ടൻ്റെ വണ്ടിയൊക്കെ ആയിട്ടില്ലേ നമ്മൾ കറങ്ങാൻ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് ചെല്ലാം. ഇപ്പോൾ സമയം എത്രയായി? അധികം ഒന്നും ആയില്ല, 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഈ പോലും അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കണ്ട. നമുക്ക് വേഗം അങ്ങോട്ട് ചെന്നിട്ട് അടുത്ത പരിപാടി എന്നാന്ന് നോക്കാം. ബൈ. അങ്ങനെ അന്നത്തെ യാത്രകളും കാഴ്ചകളും താൽക്കാലികമായി അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ കറക്കം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് ഗോവയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ തിരക്കുകൾ അതുപോലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളും ഒക്കെ വരുന്ന കലങ്കുട്ടെ ബീച്ച്. കലങ്കൂട്ട് എന്ന് പറയുന്ന ഈ ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വിശദമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം. നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് തന്നെ ഒരു ബീച്ചുകളുടെ സംസ്ഥാനമാണ്. അപ്പോൾ അതിലെ തന്നെ ഒരു വളരെ എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളൊക്കെ വരുന്ന ഒരു ബീച്ചാണ് ഈ പറയുന്ന കലങ്കോട്ട് ബീച്ച്. ഇത് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്ററോളം നീളത്തിലാണ് ഈ ബീച്ച് കിടക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് കുറച്ച് നമ്മൾ കണ്ടു, ഇവിടുത്തെ സ്പെഷ്യാലിറ്റികളും കണ്ടു. കണ്ടോ, ദൂരെയായിട്ട് പാരച്യൂട്ട്, അതുപോലെ വാട്ടർ ബൈക്കുകൾ, ഇതുപോലെ ഒരുപാട് കലാപരിപാടികൾ ഇവിടെ നടപ്പുണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഞാൻ സ്വതവേ ഈ തിരക്കിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണെന്നുള്ളത് അറിയാമല്ലോ. ഞാൻ ആ തിരക്കിൽ നിന്നൊരു ശകല ഒഴിഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ തീരെ ഈ ഭാഗം അധികം തിരക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കണ്ടോ, എന്നാലും അവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് കുറച്ച് നേരം നടന്ന് ഇവിടെ നിന്ന് കുറേ ദൂരം മാറിയിട്ട് അഞ്ജുന എന്ന് പറയുന്ന മറ്റൊരു ബീച്ചുണ്ട്. അവിടെ നമ്മുടെ മലയാളികളുടെ മറ്റൊരു ഹബ്ബാണെന്നാണ് കേട്ടിട്ടുള്ളത്. പറ്റിയാൽ നമുക്ക് അവിടെ ഒന്ന് പോയി ആരെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ഒന്ന് ബന്ധമൊക്കെ പുതുക്കി അങ്ങ് പോകാമെന്ന് കരുതുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കലങ്കൂട്ട് ബീച്ചിൽ നിന്ന് നടന്ന് ബാഗ ബീച്ചിലെത്തി. അത് കൊള്ളാം. ഇവിടെയും കാര്യമായിട്ടൊന്നും ഇല്ല ഈ കാഴ്ചകളൊക്കെ. പിന്നെ കലങ്കൂട്ടിൻ്റെ അത്രയും തിരക്കൊന്നും ഇവിടെ ഇല്ല, കുറേ ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് കിടക്കുക. ഇപ്പോൾ വന്നൊരു ഐഡിയ, ഇവിടുന്ന് നേരെ നടന്ന് ബോംബെക്ക് ഒന്നുകൂടെ പോയാലോ. ഈ കാണുന്ന സാധനത്തിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ. കാർട്ടൂണൊക്കെ കാണുമ്പോഴൊക്കെ ഈ കടലിൽ കൂടെ അതിങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇതതുപോലെ തന്നെ ചെറുപ്പത്തിലെ മറ്റൊരിഷ്ടം കൊട്ടാരം പണിയൽ. ഇപ്പോഴും കടൽ തീരത്ത് പോയാൽ ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനും ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഇവിടെ പണിതേനെ. ഈ നോർമൽ ബോട്ട് റൈഡിങ് തൊട്ട് ഏതാണ്ട് അതുപോലെ പാരച്യൂട്ടിൽ പോകുന്ന പരിപാടി വരെ ഏതാണ്ട് ഇവിടെ ലഭ്യമാണ്. ഏതാണ്ട് ഒരു 1000 രൂപ അടുത്ത് 850 രൂപ അതോ 1000 രൂപ റേഞ്ച് തൊട്ട് ഒരു 12,000 രൂപ റേഞ്ച് വരെയാണ് ഇതിൻ്റെയൊക്കെ വിലകൾ അല്ലെങ്കിൽ റേറ്റുകൾ. അതിനകത്ത് ഈ ഇത്തരം സേവനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ഒരാളുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ.
നമ്മളങ്ങനെ അഞ്ജുന ബീച്ച് തപ്പി, അതായത് ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി വരാം എന്ന് കരുതി ഇറങ്ങിയതാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഇത് കണ്ടോ, നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവരുടെ ഒരു ലുക്ക് കണ്ടു മലയാളികളെ പോലെ ഉണ്ട്. ഒന്ന് നോക്കാം. ഇതിവർ രാവണനെ ഉണ്ടാക്കുകയാണ്. ഇത് രാവണൻ്റെ കാലാണ്. ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപം രാവണൻ്റേതാണ്. ഇത് ദീപാവലിക്ക് ഇവർക്ക് കത്തിക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഭയ്യ ഓഹോ ഹോ ओ ठीक है, ओके. आपका नाम क्या है भाई? आपका नाम क्या है? राम. रमेश. And you भैया? And you? मेरा नाम अवेलिन. अवेलिन. ओके ओके ओके. Thank you so much. नाम थोड़ा अच्छा है, गुरुदास. गुरुदास. ओके ओके भैया, थैंक यू. ഓ ഓക്കെ ഓക്കെ. അവരവിടെ വലിയ എൻജോയ്മെൻറ്റിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവരെ അധികം ശല്യപ്പെടുന്നത് ശരിയല്ലല്ലോ, കാരണം അവരവരുടെ വർക്കുകളിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലാം. സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ദൃശ്യങ്ങൾ അത്ര വ്യക്തമായി പകർത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ അധ്വാനത്തിന് ഫലം കണ്ടു കേട്ടോ. സ്വസ്ഥതയുള്ള ശാന്തതയുള്ളൊരു ബീച്ചിലേക്ക് നമ്മൾ എത്തുകയാണ്. അഞ്ജുന എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. പക്ഷേ ഇവിടെ ഒന്നും ഇല്ല കാര്യമായിട്ട്. ഇത് ഈ കുറേ കാണുന്ന പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നൊക്കെ ഉണ്ട്. എന്താണ് ശിവ വാലി എന്നും പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതല്ല ഇത് റെസ്റ്റോറൻറ്റോ വല്ലതൊക്കെ ആയിരിക്കും. മലയാളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. വേണ്ടിയിരുന്നത് എന്തേ കാണാം. എവിടെ? അതെ അത് തന്നെയായിരുന്നു. അതായത് നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമായതുകൊണ്ട് ഒരുപാട് പേര് അതിനു വേണ്ടി, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരാറുണ്ട്. അടിപൊളി ഒരു സൺസെറ്റ്. സത്യത്തിൽ ഇങ്ങനൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക കേട്ടോ. കാരണം ഈ പച്ച വിരിച്ച കുന്നുകൾ നേരെ വന്ന് കടലിലേക്ക് ഇറങ്ങുന്നതായിട്ടൊരു കാഴ്ച അടിപൊളി. അങ്ങനെ അസ്തമയ സൂര്യനും അതിനോടൊപ്പം. ഓ എന്താ ഫ്രെയിം. ദൂരെ ഒരു മനുഷ്യനെ കണ്ടോ, ഒരു പൊട്ടുപോലെ. ഇവിടെയൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് വലിയ എന്താ പറയുക, വിനോദസഞ്ചാരികൾ എന്നൊന്നും പറയാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയല്ലേ. ഈ ഉയരങ്ങൾ എന്ന് പറയുന്നത് എന്നും എനിക്കൊരു വീക്ക്നെസ് ആണെന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ തത്തിപ്പിടിച്ച് ഇവിടെ വരെ അങ്ങ് കയറി. ഇനി ഒരു ശകലം കൂടെ ഉള്ളൂ. പിള്ളേരൊക്കെ താഴെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേള് വരെ ഒന്ന് കയറി എങ്ങനെയുണ്ട് അതിൻ്റെ വിഷ്വൽ. പക്ഷെ നല്ല മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ. ദേ അതുണ്ടോ, ഈ ഒരു സൈഡ് അങ്ങനെ അങ്ങ് പോവുക, മുഴുവൻ ബീച്ചാണ്. പക്ഷേ ഗോവയിൽ ബീച്ച് മാത്രമാണോ ഉള്ളത്? നമ്മുടെ നാട് പോലെ തന്നെ കുന്നും മലകളും ഒക്കെ. മാത്രമല്ല നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കുന്നും മലകളും നേരെ ഒന്ന് കടലിലോട്ട് താഴുന്ന കാഴ്ചകളും ഉണ്ട്. നമുക്ക് 3 അവസ്ഥകളാണുള്ളത്. അതായത് മലനാട്, ഇടനാട് കഴിഞ്ഞിട്ടാണ് തീരപ്രദേശം വരുന്നത്. ഇവിടെ ഈ പറയുന്ന പോലെ മലനാട് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ളതെല്ലാം തീരപ്രദേശത്ത് തന്നെ ചേർന്ന് കിടപ്പുണ്ട്. നമുക്ക് കാലുവിൻ്റെ മേളിലൊക്കെ ഒന്ന് വരിഞ്ഞ് കയറി നോക്കാം. ഇത്രയും കൂടെ ഉള്ളൂ കണ്ടോ. അടിപൊളി. ഇത്രയൊക്കെ ഉള്ളൂ. മൊത്തം കാടാണ് ഇവിടെ. കാടല്ലാത്തൊരു ഭാഗം അപ്പുറത്തുണ്ട്. ഇതാണ് ഓൾമോസ്റ്റ് ടോപ്പ്. നമ്മളിവിടെ വന്നത് തന്നെ എന്തിനാ? സൂര്യാസ്തമയം കാണുക എന്നുള്ള ഒരൊറ്റ പർപ്പസാണ് നമുക്കന്നേരം. അവിടാണ് കുറേ തെളിഞ്ഞ ഭാഗമൊക്കെ. നമുക്ക് ആ പാറയിൽ നിന്ന് കുറച്ച് നേരം സൂര്യാസ്തമയമൊക്കെ കണ്ടേച്ച് അങ്ങോട്ട് പോകാം. അമ്പോ
ന്യായമായിട്ട് നല്ല ആഴമുണ്ട്. ആഴമെന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട്. കണ്ടോ, ആഴമെന്ന് പറയാൻ നമ്മൾ കൊക്കയും കിണറൊന്നും അല്ലല്ലോ അല്ലേ. ഓ അടിപൊളി. എൻ്റെ അമ്മച്ചി കാറ്റടിച്ചിട്ട് തന്നെ അടിപൊളി. ഇവിടെ വന്നപ്പോഴൊന്ന് മാസ്ക് മാറ്റാൻ പറ്റി. ഒരു മനുഷ്യൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ തന്നെ പൊതുവെ ഇവിടെ ആരും മാസ്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന കാണാറില്ല. പക്ഷേ മാസ്ക് ധരിക്കണമെന്നാണ് ഇവിടുത്തെ ഒരു നിയമം. നമ്മൾ UP ബീഹാർ പോലെയൊന്നും അല്ല, ഇവിടെ കുറേ കൂടെ ബെറ്ററാണ്. ഇതാ കണ്ടോ, അവിടെ നിന്നൊക്കെ ആരാണ്ടെല്ലാം കയറി വരുന്നതൊക്കെ ഉണ്ട്. സൂര്യൻ നമ്മളെ പറ്റിച്ച് ഗൈസ്. ഇന്നലെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് അസ്തമയം കാണാൻ പറ്റുമായിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ ഒന്ന് കണ്ടപ്പോഴാണ് ഞാനെന്നാൽ ഇന്ന് ഇങ്ങോട്ട് വരണം, ഈ കടലിൻ്റെ തീരത്ത് നിന്ന് തന്നെ കാണണം എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ആകെപ്പാടെ ഒരു പുകമറ മാത്രമേ ഉള്ളൂ. അത് കാരണം പുള്ളി പെട്ടെന്ന് അങ്ങ് അസ്തമിക്കുകയും ചെയ്തു. പിന്നെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ. എന്താണെങ്കിലും ഇവിടെ ഇരുന്നപ്പോഴത്തേനും ഒരു പ്രത്യേക സുഖം. അതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചങ്ങ് പോയേക്കാം. ഇവിടുത്തെ നൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പോകുന്ന വഴിക്ക് കണ്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ. അഞ്ജന എന്ന് പറയുന്ന ഈ സ്ഥലം ഇതൊരു തനി ഗ്രാമം തന്നെയാണ് കേട്ടോ. നോക്കൂ, ഇവിടെ എത്ര വ്യത്യസ്തമായ കൾച്ചറുകളുണ്ട് എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അങ്ങോട്ട് ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമേ. ഞാൻ ആലോചിക്കുന്നത് ഇത് കണ്ടോ, ഇവിടെയുള്ള ഈ ജനങ്ങളൊക്കെ ഇത്തരം കൊച്ചു പെട്ടിക്കടകളും ഒക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ പല പല ദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ, യാത്രക്കാർ, വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വരാറുണ്ട്. അവരുടെ എല്ലാം കൾച്ചറുകൾ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ആരും ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഉള്ള കാഴ്ചകളോ അല്ലെങ്കിൽ ഈ സദാചാര ഗുണ്ടായുസങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇഷ്യൂസും ഇവിടെ ഇല്ല. അതിനോടൊപ്പം തന്നെ ഇവരുടെ എല്ലാം കൾച്ചറുകൾ അവരത് കൈമോശം വന്ന് പോകാത്ത രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, വരുന്ന വഴിയിൽ ദീപാവലി ആഘോഷം, അതിന് വേണ്ടിയിട്ടുള്ള രാവണനെ അവരുണ്ടാക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ ഇങ്ങനെ ടൂറിസം ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചർ ഇല്ലാതായിപ്പോവും. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ടൂറിസം കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ഒരു സ്റ്റേറ്റാണ് ഗോവ. ഇവിടെ വെള്ളത്തേക്കാൾ കുറഞ്ഞ വിലയിൽ മദ്യം കിട്ടുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലമാണിത്. ഇന്നലെയൊക്കെ നമ്മളവിടെ പനാജി കണ്ടപ്പോഴത്തേനും നമ്മൾ കണ്ടില്ലേ, പനാജിയിൽ നിന്നപ്പോഴത്തേനും ഫ്രീ ആയിട്ട് ബിയർ കിട്ടും. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ 10 ഡസ്റ്ററാണ് കിട്ടുക. ആ 10 ഡസ്റ്ററിൽ 2 എണ്ണം വീണ് കഴിഞ്ഞാൽ തന്നെ 2 ബിയർ കിട്ടും 100 രൂപയ്ക്ക് മിനിമം. 10 ഡസ്റ്റർ 6 ഹോള്. ആ 6 ഹോളിൽ 6 എണ്ണം വീണില്ലെങ്കിലും മിനിമം 2 എണ്ണമെങ്കിലും വീഴ്ത്താൻ ഏത് കൊച്ചു കുഞ്ഞിനും സാധിക്കും. അത്രയും സിമ്പിളാണ്. അവർ വളരെ കൂളായിട്ട് മദ്യം സുലഭമായിട്ട് ഇവിടെ ലഭിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ മദ്യമാണ്. പക്ഷേ ഇവിടെ ആരും ഇങ്ങനെ അടിച്ച് നമ്മുടെ നാട്ടിലെ പോലെ കുന്തം മറിഞ്ഞ് നടക്കുന്ന കാഴ്ചയൊന്നും ഞാനിതുവരെ കണ്ടില്ല. അതുപോലെ തന്നെ മറ്റ് ഏത് കാര്യത്തിലും ഈ കേരളത്തേക്കാൾ ടൂറിസം സംബന്ധമായിട്ട് അവൈലബിലിറ്റി ഇവിടെ വളരെയധികം കൂടുതലാണ്. പക്ഷെ അതാരും തന്നെ മിസ്യൂസ് ചെയ്ത് കാണാൻ ഇവിടെ സാധിക്കാറില്ല. ഇത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട വലിയൊരു വസ്തുതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതാണ് ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം മലയാളി ചേട്ടൻ്റെ ഗയ ഹോസ്റ്റൽസ്. കണ്ടോ, ഹായ്, ഇവിടെ നമ്മളെ ഒരുത്തം സ്വാഗതം ചെയ്യാൻ വന്നേക്കുന്നുണ്ടല്ലോ. ഓ
ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കിയിട്ടങ്ങ് പോവാം. അങ്ങനെ നമ്മൾ തപ്പി നടന്ന ഗോവയിലെ മലയാളി കഫേ കണ്ടുപിടിച്ചു. അതിൻ്റെ പ്രൊപ്പറേറ്റർ കം ഓണർ കം എല്ലാമായ ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ജയ് എന്നാണ്. ചേട്ടാ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ആളറിയത്തില്ല, ആള് ആത്മാവാണെന്നൊക്കെ പറഞ്ഞ് കയറി വന്നു. ആത്മാവെന്നല്ല, ആത്മായാൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഇപ്പോൾ 3 കൊല്ലമായി ഇവിടെ അല്ലേ? 3 കൊല്ലം. ഓക്കെ. നമ്മുടെ ഡോർമെറ്ററിയുടെ ഡീറ്റെയിൽസ് എല്ലാം ചേട്ടൻ പറഞ്ഞോളൂ. നമുക്കിവിടെ 6 ഡോംസാണുള്ളത്. നമ്മളൊരു കൺസെപ്റ്റ് വൈസ് ചെയ്തെടുത്ത ഹോസ്റ്റലാണ്. ഓക്കെ. 6 days ഓഫ് ക്രിയേഷൻ ബേസ്ഡ് ഉള്ള കൺസെപ്റ്റാണ്. ആദ്യത്തെ റൂം വരുന്നത് ലൈറ്റായിട്ടാണ് വരുന്നത്. വെളിച്ചമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആ മുറിയിൽ ഫുള്ള് അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ട് വർക്ക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മ്യൂസിക്കും അതുപോലെ തന്നെ മിത്തോളജിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2ാമത്തെ ദിവസം ബ്ലൂ റൂമാണത്, ആകാശം സൃഷ്ടിക്കപ്പെട്ട ദിവസം. അങ്ങനെ 6 ദിവസത്തെ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു കേരള കഫേ ഓപ്പൺ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം ഇവിടെ നമുക്കിവിടെ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്നത്തോടെ ഓടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫുഡിൻ്റെ കാര്യം നമുക്കിവിടെ നമ്മൾ 2 വർഷം ഓപ്പൺ ആയപ്പോൾ തൊട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർക്കിനിടയ്ക്ക് നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ കഫേ എന്നുള്ളൊരു ആശയം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണമെന്നുള്ളടത്ത് നമ്മൾ തീരുമാനിച്ചു മലയാളി ഫുഡ് തന്നെ ആയിരിക്കണം. നമ്മളൊരു കേരള കഫേയാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എല്ലാ സൺഡേസിനും എല്ലാ ഞായറാഴ്ചകളിലും നമുക്കിവിടെ ലൈവ് മ്യൂസിക് പെർഫോമൻസസ് ഉണ്ടാവും. അപ്പോൾ നാളെ, അതായത് ശനിയാഴ്ചയാണ്, നാളെ നമുക്ക് പെറുവിൽ നിന്നും ഫ്രാൻസിൽ നിന്നുള്ളൊരു മ്യൂസീഷ്യൻസ് വന്നിട്ട് നാളെ പെർഫോം ചെയ്യുന്നുണ്ട്. നാളെ ഒരു കോസ്റ്റ്യൂം പാർട്ടിയാണ്, നാളെ ഹാലോവിൻ ആയിട്ട്. അതെ. പിന്നെ നമുക്ക് ബാക്കിൽ ഇവിടെ ഓർഗാനിക് ഒരു ഫാം ഉണ്ട്. നമുക്ക് പറ്റാവുന്ന വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സോഴ്സ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പുട്ട്, അപ്പം, പൊറോട്ട എല്ലാം നാട്ടിലൊരു ഇത് തന്നെയാണ്. നമ്മൾ ഫ്ലേവറുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡോംസിൻ്റെ റേറ്റ്സ് ഒക്കെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. നമ്മൾ തിരക്ക് അനുസരിച്ചാണ്. വീക്കെൻഡ്സിലൊക്കെ നമുക്ക് 500 to 800 റേഞ്ച് പോകും. വീക്ക് ഡേയ്സിൽ നമുക്ക് 400 to 650, 700 ആ റേഞ്ചിലാണ്. നമ്മൾ അതുപോലെ തന്നെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ബീച്ചിൽ. ഞാനിന്ന് അവിടെ കണ്ടിരുന്നു. ഞാൻ അന്നേരം വിചാരിക്കുകയും ചെയ്തു ഇത് ഏതെങ്കിലും ഒരു മലയാളിയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക്. നമ്മളതുമായിട്ട് നമ്മളാണ് അതിൻ്റെ ഫുള്ള് മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. ട്രിപ്പിലെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ് ചേട്ടാ. അപ്പോൾ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്ര വിശാലമായൊരു കൺസെപ്റ്റൊക്കെ ഇവിടെ ഇങ്ങനെ നടപ്പിലാക്കി കാണിക്കുന്നത് ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. താങ്ക് യു. ഈ നിൽക്കുന്ന മനുഷ്യനാണ് ഈ കാണുന്ന ആ കഥകളി ഉൾപ്പെടെയുള്ള ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. പേര് അക്കി എന്നാണ്. നാട് എവിടെയാണോ ഇതിൻ്റെ? മലപ്പുറം. ഓക്കെ. നമ്മുടെ ബോബ് മാർലിയെ പോലെ ഇല്ലേ കാണാൻ? ഇതാ ഈ ഓരോരോ വർക്കുകളും കണ്ടോ? ഇതെല്ലാം ഒരു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതാ ഈ ബാറിൻ്റെ ഈ പേര് കണ്ടോ? പാൻതിയോൺ. പിന്നെ അത് ഹോളി മൗണ്ടൻ. ഇതെല്ലാം നമ്മുടെ ആൽക്കമിസ്റ്റ് അല്ലേ? ആൽക്കമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആൽക്കമിസ്റ്റ് ആക്ച്വലി ഞാൻ വായിച്ചിട്ടുണ്ട്. ആൽക്കമി എന്നുള്ളൊരു പ്രോസസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹോളി മൗണ്ടൻ എന്ന് പറഞ്ഞ മൂവിയാണ് അലജാൻഡ്രോ ജോദ്രോസ്കിയുടെ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആൾട്ടർനേറ്റീവ് മൂവിയിൽ വന്നിരിക്കുന്നതിൽ വെച്ചായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി. ആ മൂവിയുടെ നമ്മുടെ ഒരു പാർട്ട്ണർ ആ മൂവിയുടെ ഭയങ്കര ഫാനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് മേഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഫിലിമിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒരു 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 അഡ്വഞ്ചറിന് മുമ്പ് അവരെല്ലാവരും കൂടെ പോയിരുന്നിട്ട് നമ്മൾ അന്ത്യത്താഴം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റ് എന്നുള്ള പോലെ തന്നെ അവർ പോയിരുന്ന് അവസാനം അവരെല്ലാം കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന ഒരു ബാറാണ്. ആ ബാറിന്റെ പേരാണ് പാൻതിയോൺ. അപ്പോൾ ആ ഐഡിയ നിന്നാണ് നമ്മൾ പാൻതിയോൺ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ കോക്ടെയിൽസും ഒക്കെ അങ്ങനെ ബേസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു മൂവിയിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിന്റെ നെയിമും അങ്ങനെയൊക്കെ യൂസ് ചെയ്താണ് തീം ബാറാണ്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് യാർഡിൽ നമ്മളെ വർക്ക് കിടക്കുവാണ്. നമ്മളൊരു ഓപ്പൺ എയർ തിയേറ്റർ ചെയ്യാൻ പ്ലാൻ ഇടുന്നു. കാര്യം ഗോവയിൽ ഇങ്ങനെ തിയേറ്റേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ധാരാളം ഡോക്യുമെന്ററി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്, മൂവി മേക്കേഴ്സ് ഉണ്ട്, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവര് എല്ലാവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ബാക്കിൽ ഒരു ഓപ്പൺ എയർ തിയേറ്റർ. അപ്പോൾ നല്ല ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മൂവി എയർ ചെയ്യാൻ നമുക്ക്. അപ്പോൾ അവർ ഡയറക്ടേഴ്സോട് സംസാരിക്കാനുള്ളൊരു സെഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക്
രസമുള്ള ആൾക്കാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അടിപൊളി. എത്ര കിടു കൺസെപ്റ്റുകളാണ് ഈ വരുന്നതല്ലേ. ഒരുപാട് ഞാനല്ല എന്റെ കൺസെപ്റ്റ് അല്ല, നമ്മുടെ പാർട്ട്ണറിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ തടി വെക്കാൻ പറയുമ്പോൾ നമ്മളിവിടെ തടി വെക്കാൻ ആൾക്കാരെ കറക്റ്റ് ചെയ്യുക, അതിന്റെ വർക്ക് നടത്തിയെടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പാർട്ട്ണറെ ഒന്ന് കാണേണ്ട തിരക്കിലാണ് ആള്, വേറൊരു പ്രോജക്റ്റോട്ട് പുറത്തോട്ട് വരിക. ഷാരോൺ എന്നല്ലേ അത് അതിന്റെ പേര്? ഓക്കെ ഓക്കെ, അഡ്വക്കേറ്റ് ആണല്ലേ. അപ്പോൾ ആ ഷാരോൺ ചേട്ടനും നമ്മുടെ എല്ലാ അഭിവാദ്യങ്ങളും അല്ലേ. അപ്പോൾ എല്ലാ ആശംസകളും എല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ആ രാത്രിയിൽ ഞാൻ പോയത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ തലേന്നത്തെ സ്വന്തം പനാജി. സത്യത്തിൽ ഇവിടെ ഈ ഡാൻസിനേക്കാളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. എൻ്റെ അമ്മേ, അത് മാത്രമല്ല, ഇതാ നോക്കൂ, ഈ ആൾക്കാരുടെ ഈ കോർഡിനേഷനും അതുപോലെ ഓഡിയൻസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ചൊത്തുകൂടി ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ, അത് പറയാതിരിക്കാനാവില്ല. ഒരു രക്ഷയില്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. നമ്മൾ ഇവിടെ പറയുകയാണ്, നുരഞ്ഞു പൊന്തുന്ന രാത്രിയുടെ ആഘോഷലഹരി എന്തെന്ന് കണ്ടറിഞ്ഞ്, മരിച്ചാലും മരിക്കാത്ത യൗവന തീഷ്ണയുടെ ആവേശം എന്തെന്നറിഞ്ഞ്, ലഭിച്ച ജീവിതം ആഘോഷമാക്കുവാൻ ധനമോ സാമ്പത്തികമോ ഒരു ഘടകം പോലും അല്ലെന്ന് അനുഭവിച്ചറിഞ്ഞ്, സാമ്രാജ്യത്വം എന്നത് തകർന്നു വീഴാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ്, മനസ്സിൽ ഉന്മാദം നിറയ്ക്കുന്ന ഹിപ്പ് ഹോപ്പ് സംഗീതത്തിൻ്റെ അകമ്പടിയോടെ പ്രിയപ്പെട്ട ഗോവയോടും നമ്മൾ ഇവിടെ പറയുകയാണ്.